ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഡെയിലി യൂസിൽ നമ്മൾ പറയാറുണ്ട്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഷുഡ് ഹാവ് ഹാഡ് എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഷുഡ് ഹാവ് ഹാഡ് എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. യു ഷുഡ് ഹാവ് ഹാഡ് ഹോൾ ടിക്കറ്റ് വിത്ത് യു. നിങ്ങളുടെ പക്കൽ ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് യു കഴിഞ്ഞിട്ട് ഷുഡ് ഹാവ് ഹാഡ് ചേർക്കുന്നു. അതിനുശേഷം എന്ത് കാര്യമാണോ ഉണ്ടായിരിക്കേണ്ടത് അതാണ് നമ്മൾ ചേർക്കുന്നത്. ഹാൾ ടിക്കറ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഷുഡ് ഹാവ് ഹാഡ് അറ്റ് ലീസ്റ്റ് കോമൺ സെൻസ്. അവൾക്ക് സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഷീ കഴിഞ്ഞിട്ട് ഷുഡ് ഹാവ് ഹാഡ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം എന്ത് കാര്യമാണോ ഉണ്ടായിരിക്കേണ്ടത് അതാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ കോമൺ സെൻസ്, അതായത് സാമാന്യ ബോധം എന്നുള്ളതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വരുന്ന നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്ക് ഒന്ന് നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസ് മറ്റൊന്നുമല്ല, അവിടെ നോട്ട് വരുന്നുണ്ട്. ഓക്കെ. യു ഷുഡിൻറ്റ് ഹാവ് ഹാഡ് ക്രൂക്ക്ഡ് മെൻറ്റാലിറ്റി. താങ്കൾക്ക് കുരുട്ടുബുദ്ധി ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ ഷുഡിൻറ്റ് എന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം ഓർത്തിരിക്കുക, ക്രൂക്ക്ഡ് മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ കുരുട്ടുബുദ്ധി എന്നാണ് അർത്ഥം. അടുത്ത എക്സാമ്പിൾ, യു ഷുഡിൻറ്റ് ഹാവ് ഹാഡ് ഡ്രിങ്കിങ് ഹാബിറ്റ്. നിനക്ക് മദ്യപാനശീലം ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഷുഡിൻറ്റ് എന്ന നെഗറ്റീവ് ഫോമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഹാവ് ഹാഡ് ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണോ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തത് അതായത് ഡ്രിങ്കിങ് ഹാബിറ്റ് എന്നുള്ളതാണ്, മദ്യപാന ശീലം, അതാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, യു ഷുഡിൻറ്റ് ഹാവ് ഹാഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? തെറ്റിദ്ധാരണ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ഹാഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഷുഡ് ഹാവ് ഹാഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.